ഇലക്ട്രിക് വെഹിക്കിൾ വില കൂടുതലാണ്. കുറച്ച് വർഷം കഴിയുമ്പം ബാറ്ററി പോയി കഴിയുമ്പം അത് അത്ര ലാഭകരമല്ലാതായി തീരും. ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ പല ആളുകളും പറയാറുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഇലക്ട്രിക്കൽ നെക്സോൺ വാങ്ങിച്ച ആളും അതുപോലെ ഒരു പെട്രോൾ നെക്സോൺ വാങ്ങിച്ച ആളും തമ്മിൽ താരതമ്യം ചെയ്യുവാണെങ്കിൽ ഏതാണ് ലാഭകരമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. രണ്ട് വാഹനങ്ങളും 8 വർഷത്തേക്ക് ലോണിലാണ് എടുക്കുന്നത്. രണ്ട് വാഹനങ്ങളും ഒരു മാസം 3000 കിലോമീറ്റർ വീതം യാത്ര ചെയ്യും. നമുക്ക് ആദ്യം പെട്രോൾ നെക്സോൺ എടുത്തിരിക്കുന്ന ചിലവുകൾ നോക്കാം. ഒരു പെട്രോൾ നെക്സോണിൻ്റെ വില 8 ലക്ഷം രൂപ. 9% ലോൺ ഇൻട്രസ്റ്റ്, 8 വർഷത്തേക്ക് 3,25,000 രൂപ. ഒരു മാസം 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് പെട്രോൾ എക്സ്പെൻസ് 1 കിലോമീറ്ററിന് 6 രൂപ വെച്ച് 18,000 രൂപ. ഒരു വർഷത്തേക്ക് പെട്രോൾ എക്സ്പെൻസ് 2,16,000 രൂപ. 8 വർഷത്തേക്കുള്ള പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 17,28,000 രൂപ. ആകെ 8 വർഷത്തേക്ക് വണ്ടി ഉൾപ്പെടെയുള്ള ചിലവ് 28,53,000 രൂപ. ഇനി ഇലക്ട്രിക് നെക്സോൺ എടുത്തതിൻ്റെ ചിലവുകൾ കാര്യങ്ങളിലേക്ക് വരാം. ഇലക്ട്രിക് നെക്സോണിൻ്റെ വില 17 ലക്ഷം രൂപ. 3000 കിലോമീറ്റർ ഓടുന്നതിന് ഒരു മാസം 360 യൂണിറ്റ് വേണ്ടി വരുന്നു. 7 രൂപ യൂണിറ്റ് നിരക്കിൽ 3000 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 2,700 രൂപ ഒരു മാസത്തെ ചിലവ്. ഒരു വർഷത്തേക്കാണെങ്കിൽ 32,400 രൂപ വരുന്നു. 8 വർഷത്തേക്കുള്ള യാത്രയ്ക്കുൾപ്പെടെയുള്ള ആ ചിലവ് വരുന്നത് 2,59,200 രൂപ. അങ്ങനെ 8 വർഷത്തേക്ക് വണ്ടി ഉൾപ്പെടെയുള്ള ചിലവ് 26,50,200 രൂപ. ഇപ്പോൾ പെട്രോൾ കാറിൻ്റെ 8 വർഷത്തെ ചിലവെന്ന് പറയുന്നത് 28,53,000 രൂപ. അതായത് 28,53,000. ഇലക്ട്രിക് കാറിൻ്റെ 8 വർഷത്തെ ചിലവെന്ന് പറയുന്നത് 26,50,200 രൂപ. അല്ലെങ്കിൽ 8 വർഷം യാത്ര ചെയ്യുന്നതിന് ഇലക്ട്രിക് വെഹിക്കിളിന് പെട്രോൾ വെഹിക്കിളിനേക്കാളും 2 ലക്ഷത്തിൽ വില കുറവാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്. അതായത് 2 ലക്ഷം രൂപ ലാഭമാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്. ഈ കണക്കുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവും. ഇലക്ട്രിക് വെഹിക്കിളിന് വില കൂടുതലാണെങ്കിലും ലോൺ എടുത്ത് വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്രോൾ വാഹനത്തെക്കാളും വില കുറവാണ് അല്ലെങ്കിൽ ചിലവ് കുറവാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ മറ്റ് ചില പ്രത്യേകതകളിലേക്ക് വരാം. പെട്രോൾ വാഹനത്തെക്കാളും 80% പാർട്സുകൾ കുറവാണ്. അപ്പോൾ മെയിൻ്റനൻസ് ഇനത്തിൽ ഇലക്ട്രിക് വെഹിക്കിളിന് 80% ചിലവ് കുറയും എന്നർത്ഥം. അതായത് ഇതിലൂടെ 8 വർഷം കൊണ്ട് ഒരു 3 ലക്ഷം രൂപയുടെയെങ്കിലും ചിലവ് കുറവ് വരുന്നു. ഇനി വരാനിരിക്കുന്ന പെട്രോൾ വർധനയുടെ കണക്ക് നോക്കുവാണെങ്കിൽ അതിലൂടെ തന്നെ ഒരു 3 ലക്ഷം രൂപയെങ്കിലും ലാഭിക്കാൻ സാധിക്കും. ഇനി ഒരു ഓൺ ഗ്രിഡ് സോളാർ വെച്ചിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ 25 വർഷം സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇനി 4 വർഷം പെട്രോൾ അടിക്കുന്നതിൻ്റെ എക്സ്പെൻസ് മതിയാവും ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിന്, ചിലവ് കണ്ടെത്തുന്നതിന്. പല കമ്പനികളും 5 വർഷത്തേതും അതുപോലെ തന്നെ 8 വർഷം വാറണ്ടിയൊക്കെ കൊടുക്കാറുണ്ട്. ഇനി കൂടുതൽ കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൂടുതൽ ലാഭകരമായിരിക്കും. ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുപോലെ പൊതുജനങ്ങൾക്ക് ചിലവ് കുറഞ്ഞുകൊണ്ട് എങ്ങനെ ഊർജ്ജം ഉപയോഗിക്കാം എന്നുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.